ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളിലെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാവോ? ഇന്ന് നമ്മൾ പോകുന്നത് വേറൊരു രാജ്യത്തോട്ടാണ്. ഇതേ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മിക്കവാറും എല്ലാ വീടുകളുടെയും മതിൽ ഇതുപോലെ ചെടികൾ വെച്ചിട്ടാട്ടോ അവരുണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിത് ഇപ്പം അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇത് കുഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വരും. ഇപ്പുറത്ത് വേറെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ എടുത്തു കേട്ടോ. ഒന്ന് സൺഡേ ആയതുകൊണ്ട് ട്രെയിനിൽ ആൾക്കാരൊന്നുമില്ല, ഭയങ്കര കുറവാണ് ആൾക്കാർ. നമ്മുടെ ട്രെയിൻ എത്തിട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനും ശ്രമിക്കണേ കേട്ടോ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ ഫ്രാൻസിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമലി നമ്മൾ നല്ല ഭംഗിയുള്ള വില്ലേജസ് ഒക്കെയാണല്ലേ സ്വിറ്റ്സർലൻഡ് വീഡിയോസിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ നമ്മളിപ്പോൾ വേറൊരു സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മെട്രോ എടുത്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ലോസാൻ സ്റ്റേഷനിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മളത് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ലോസാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെയാണ് ഇറങ്ങാനുള്ളത്. ഇത് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. എല്ലാ കണക്ഷൻ ട്രെയിനുകളും എല്ലാം ഉള്ള വലിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ 8 പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് മെട്രോ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വേണ്ട പെട്ടെന്ന് തന്നെ മെട്രോ കിട്ടും. അതുപോലെ ബസ്സാണെങ്കിലും ഇവിടുന്ന് അടുത്ത് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്, വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ അണ്ടർ ബ്രിഡ്ജ് വഴി നമ്മളിതിപ്പോൾ മെട്രോയിൽ എത്തിയേക്കുവാണ് കേട്ടോ. ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ 2 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കുള്ള മെട്രോ വരും. നമുക്ക് പോകാനുള്ള സ്ഥലം. ആൾക്കാർക്ക് നിൽക്കാനുള്ള പൊസിഷനും അതുപോലെ ഇറങ്ങി പോകാനുള്ളതൊക്കെ കൂടെ കറക്റ്റായിട്ട് അവർ ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പോവാനുള്ള ബോട്ട്. ഇതാണ് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക.
ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം. ഇത് 2 നിലയുണ്ട് കേട്ടോ. അത് താഴത്തെ ഫ്ലോറ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നമുക്ക് താഴെ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉള്ളിൽ കയറി നമ്മൾ കുറച്ച് നേരം ഇരുന്നു. പക്ഷേ അകത്തത്തേക്കാളും നല്ല സൂപ്പർ നമുക്ക് പുറത്ത് നിൽക്കാനായിരുന്നു കേട്ടോ. അധികം തണുപ്പുമില്ല, അധികം വെയിലും ഇല്ല. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 12:30-ക്കായിരുന്നു നമ്മുടെ ടൈമിങ്, ഇതെടുക്കാനുള്ള ടൈമിങ്. അപ്പോൾ ഇതേ പതുക്കെ ബോട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളിതേ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഫ്രാൻസിലെ എവിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ലൊസാനിലെ ഉഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്ന് നമുക്ക് 30 മിനിറ്റ്സ് റൈഡാണ് ഫ്രാൻസിലോട്ടുള്ളത്, ഫ്രാൻസിലെ എവിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടുള്ളത്. നല്ല വെയിലുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. ബാക്കിൽ കാണുന്നത് നമ്മൾ ഉഷിയാണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ബോട്ട് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. എത്ര സ്പീഡ് ഉണ്ടാവും എന്ന് ഓർത്തില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ ബോട്ട് പോകുന്നത്. അപ്പോൾ ക്ലൈമറ്റ് സൂപ്പറായതുകൊണ്ട് നല്ല ഭംഗിയുള്ള വ്യൂസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. സ്കൈ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല ബ്ലൂ കളറിൽ, അതുപോലെ ഈ വെള്ളം നല്ല സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല എന്താ നേച്ചറിൻ്റെ ഭംഗി നമുക്ക് സൂപ്പറായിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ബോട്ട് റൈഡിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. ഈ സ്കൈയും ഈ വെള്ളവും കൂടി നോക്കി എന്തൊരു ഭംഗിയാ കാണാൻ. ഈ ബോട്ടിന്റെ 2 സൈഡിലുമായിട്ട് ഇപ്പൊ നമുക്ക് വൈറ്റ് കളർ കാണാൻ പറ്റും. ഇതുപോലെയുള്ള കുറെ ലൈഫ് ബോട്ട്സ് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ട് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആണ് കേട്ടോ ഉള്ളത്. സൗണ്ട് പോയി. ഫ്രാൻസിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഫ്രാൻസിൽ. അരമണിക്കൂർ ബോട്ട് റൈഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ടേ. മിക്കവാറും എല്ലാ ആൾക്കാരും പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ബോട്ടിൻ്റെ ഉള്ളിൽ ആരും തന്നെ ഇല്ല. എല്ലാവരും ബോട്ടിൻ്റെ ചുറ്റുമായിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാണാതെ നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ. ഈ പുറത്തിറങ്ങിയാലാണ് നമുക്ക് ഇത്രയും ഇത്രയും സൂപ്പറായിട്ട് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഇതേ ഫ്രാൻസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ല നമ്മൾ എവിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് വരുന്നതെന്ന്. അതിൻ്റെ തീരത്തോട്ട് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുക.
ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലെയും ഫ്ലാഗ്സ് അവരിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ നമ്മളവിടെ എത്തി ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്തത് ഇവിടെ നിന്ന് ഉഷിയിലോട്ട് പോകാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരം കണ്ടപ്പോൾ നമുക്ക് നല്ല രസം തോന്നിയിട്ട്, നല്ല ഭംഗിയില്ലേ ഈ മരം. അപ്പോൾ ഇത് ഇനി ഇവരിങ്ങനെ വളച്ച് വെച്ചേക്കുന്നതാണോ അതോ ഇങ്ങനെ വളഞ്ഞു പോയതാണോ എന്നറിയില്ല. എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് റീൽസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ മരം കാണാൻ. ഈ മരത്തിൻ്റെ വണ്ണം കണ്ടോ, നല്ല വണ്ണമാണ് കേട്ടോ. ഒരു 6-7 ആൾക്കാർ ചുറ്റും നിന്ന് പിടിച്ചാൽ ഇതാക്കുന്ന അത്രയ്ക്കും വണ്ണമുണ്ട്. വീഡിയോയിൽ പക്ഷെ എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നേരിട്ട് അത്രയും വണ്ണമുണ്ട് കേട്ടോ. അങ്ങനെ അതെ നമുക്ക് പോകാനുള്ള ബോട്ടാണ് അതേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ ഇനി തിരിച്ച് ഉഷിയിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ അധികം ഷോപ്സ് ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഫ്രാൻസിൽ. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ ബോട്ടിൽ കയറി ഉഷിയിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൂടെ ചെയ്യണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.